പാതിവില തട്ടിപ്പിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അനന്തകൃഷ്ണൻ. കോൺഗ്രസ് നേതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകിയെന്ന് അനന്തകൃഷ്ണന്റെ മൊഴി. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് 45 ലക്ഷം നൽകിയെന്ന് അനന്തകൃഷ്ണൻ. മാത്യു കുഴൽനാടൻ 7.5 ലക്ഷം വാങ്ങി. കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന് 10 ലക്ഷം നൽകിയെന്നും അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നു. അർച്ചന ചേരുന്നു. അർച്ചന, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അനന്തകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വലിയ തുകയാണ് കൈമാറിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അനന്തകൃഷ്ണൻ വെളിപ്പെടുത്തിയത്? ഷമി, പ്രധാനമായും ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഇപ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മാത്യു കുഴൽനാടൻ MLA, അതുപോലെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്, കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് എന്നിവർ തൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കി എം പി 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഈ മൊഴിയിൽ പറയുന്നത്. അതിൽ 15 ലക്ഷം രൂപ ഇലക്ഷൻ ഫണ്ടിലേക്കും ബാക്കി തുക, അതായത് 30 ലക്ഷം രൂപ കയ്യിലായി വാങ്ങിയിട്ടുണ്ട്. സ്വകാര്യ ആവശ്യങ്ങൾക്കും വാങ്ങിയിട്ടുണ്ടെന്നാണ് പ്രതി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല 7 ലക്ഷം രൂപ മാത്യു കുഴൽനാടൻ MLA വാങ്ങിയിട്ടുണ്ട്. ഇത് ബാങ്കിലേക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലേക്ക് ഇടേണ്ടതില്ല, തനിക്ക് നേരിട്ട് തന്നാൽ മതിയെന്ന് മാത്യു കുഴൽനാടൻ MLA ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അനന്തകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഡീൻ കുര്യാക്കോസ് MPക്ക് 10 ലക്ഷത്തോളം രൂപയാണ് കൈമാറിയിരിക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ, അതായത് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഇവരിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അനന്തകൃഷ്ണന്റെ ഈ പ്രധാനപ്പെട്ട മൊഴിയിൽ നിന്നും. ഇന്നലെ തെളിവെടുപ്പിന് ശേഷമാണ് അനന്തകൃഷ്ണൻ ഇത് പോലീസിന് ഈ മൊഴി നൽകിയതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ മാത്യു കുഴൽനാടൻ MLAയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായാനുണ്ട്. 7.5 ലക്ഷം രൂപ മാത്യു കുഴൽനാടൻ MLA വാങ്ങിയിട്ടുണ്ടെന്നാണ് ഈ പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അത് എന്തിനാണ്, ഇത്തരത്തിൽ വാങ്ങിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും വ്യക്തമാകേണ്ടതുണ്ട്. അതിൻ്റെ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അവർ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ആവശ്യമാണ്. നിലവിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്. 7.5 ലക്ഷം രൂപയാണ് മാത്യു കുഴൽനാടൻ വാങ്ങിയിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് MP വാങ്ങിയിരിക്കുന്നതാകട്ടെ 45 ലക്ഷം രൂപ. ഇത് ഇലക്ഷൻ ഫണ്ടിലേക്കാണെന്ന് 15 ലക്ഷം രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലൊരു തുക ഇങ്ങനെ വാങ്ങുമ്പോൾ, ഇലക്ഷൻ ഫണ്ടിലേക്ക് വാങ്ങുമ്പോൾ അത് വലിയ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം തന്നെ പ്രതികരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും അടക്കം പുരോഗമിക്കുകയാണ്. കൂടുതൽ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്ന് ഇന്നലെ അനന്തകൃഷ്ണൻ ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ പേരുകളെല്ലാം തന്നെ അനന്തകൃഷ്ണൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളുടെ പേരുകളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്. BJP നേതാക്കളുടെ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടുതൽ നേതാക്കളിലേക്കും ഈ പേരുകൾ, അതായത് പണം വാങ്ങിയ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂടുകയാണ്. എന്തായാലും ലക്ഷങ്ങൾ വാങ്ങിയെന്ന് അനന്തകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാത്യു കുഴൽനാടന് പണം നൽകാൻ അക്കൗണ്ടിലേക്ക് നൽകാനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ അത് തടയുകയും ഇത്തരത്തിൽ നേരിട്ട് തന്നാൽ മതിയെന്ന് പറയുകയും ചെയ്തു എന്നാണ് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ എല്ലാം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണമാണ് അനന്തകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്ക് വ്യക്തമാകുന്നതാണ് കാര്യങ്ങൾ. അതാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഷമ്മി, നമുക്കറിയാം, ഏതൊരു വിഷയമുണ്ടെങ്കിലും ആദ്യം വാർത്താ സമ്മേളനം നടത്തുകയും നാടിൻ്റെ രക്ഷകനായി സ്വയം അവതരിക്കുകയും ചെയ്യുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. ഈ ഒരു വിഷയം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമില്ല, ഒരു മിണ്ടാട്ടമില്ല. അപ്പോഴേ പലരും ചോദിക്കുന്നുണ്ട്, എവിടെയാണ് മാത്യു കുഴൽനാടൻ? ഇപ്പോഴാണ് ഇത് 10 ലക്ഷം എന്ന് പറയുന്നത് അദ്ദേഹം പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അതോ ഓരോ ആൾക്കാർക്ക് നൽകിയിട്ടുള്ള ഘട്ടം ഘട്ടമായി നൽകിയിട്ടുള്ള തുകകളെ സംബന്ധിച്ചാണോ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ആകെ എത്ര തുക നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലാണോ വന്നിരിക്കുന്നത്? നിലവിൽ പറഞ്ഞിരിക്കുന്നത് 7.5 ലക്ഷം രൂപ മാത്യു കുഴൽനാടന് നൽകിയെന്താണ്. ഇത് ഘട്ടം ഘട്ടമായാണോ നൽകിയത്, അല്ലെങ്കിൽ ഈ തുക ഒന്നായിട്ടാണോ നൽകിയത്, അല്ലെങ്കിൽ പിന്നീടും ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇത്തരത്തിൽ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്ന് മാത്രമായിരുന്നു അനന്തകൃഷ്ണൻ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യൽ, അതായത് തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പറഞ്ഞത്. അതിലിപ്പോൾ പേരുകൾ വെളിപ്പെടുത്തുകയും അവർക്ക് നൽകിയ തുക വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പണം ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ
പണം വാങ്ങിയതെന്ന് പറയുന്നത് 45 ലക്ഷം രൂപ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 15 ലക്ഷം രൂപ അത് ഇലക്ഷൻ ഫണ്ടിലേക്കാണ് വാങ്ങിയതെന്നാണ് അതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല ഈ 30 ലക്ഷം രൂപ അത് ഈ എം പിയുടെ കയ്യിൽ നേരിട്ട് നൽകുകയായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ഇതിലേക്ക് എത്തുന്ന തരത്തിലാണ്, അതായത് ഈ കേസിലേക്ക് ഭാഗമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ എൻ രാധാകൃഷ്ണന്റെ പേര് മാത്രമായിരുന്നു BJP നേതാവിന്റെ പേരാണ് ഉയർന്നു വന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല നേരത്തെ 46 ലക്ഷം രൂപ കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുള്ള അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് എന്തായാലും കടക്കേണ്ടതുണ്ട്. മാത്യു കുഴൽനാടനിൽ നിന്നും അതുപോലെ ഡീൻ കുര്യാക്കോസ് എം പിയിൽ നിന്നും ഫ്രാൻസിസ് ജോർജിൽ നിന്നെല്ലാം തന്നെ ചോദ്യം ചെയ്യലടക്കം എന്തായാലും നടത്തേണ്ടതുണ്ട്. കാരണം അത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതെന്തിനാണ് ഇത്തരത്തിലൊരു പണം വാങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അക്കൗണ്ടിലേക്ക് ഇവരിലേക്ക് എത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ അനന്തു കൃഷ്ണൻ മൊഴിയായി നൽകിയിരിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ഇതിലേക്ക്, അതായത് കേസിലേക്ക് പങ്കാളികളായിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നലെ തന്നെ ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ഇതിൽ കൂടുതൽ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് മാത്രമായിരുന്നു അനന്തു കൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ അവരുടെ പേരുകൾ പിന്നീട് വെളിപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇവരുടെ എല്ലാം തന്നെ പേരുകളുള്ളത്. എന്തായാലും ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ വൈകിട്ടോടെ അനന്തു കൃഷ്ണൻ എത്തിക്കും. ആ സമയത്ത് അനന്തു കൃഷ്ണന്റെ പ്രതികരണവും ആരായും. അതിൽ ചിലപ്പോൾ കൂടുതൽ എങ്ങനെയാണ് ഈ പണം കൈമാറിയത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഇവർക്കെല്ലാം കൈമാറിയത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും വെളിപ്പെടുത്തും. അതല്ലെങ്കിൽ കൂടുതൽ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും വ്യക്തമാകും. എന്തായാലും ഈ കേസ് വന്നത് മുതൽ ഇതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. അവർക്കെല്ലാം തന്നെ പണം കൈമാറിയിട്ടുണ്ടെന്ന് അനന്തു വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കൂടുതൽ പേരുടെ പേരുകൾ കൂടി വെളിപ്പെടുത്തുകയാണ്. ഇനി ആരൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയത്, അല്ലെങ്കിൽ പണം വാങ്ങിയവരുടെ ലിസ്റ്റിലുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ഈ 3 പേരുടെ പേരുകളാണ്, ഈ ലക്ഷങ്ങൾ വാങ്ങിയ 3 പേരുടെ പേരുകളാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവരുടെ ഒന്നും പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. മാത്യു കുഴൽനാടൻ ഇത് നിഷേധിക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. എന്തായാലും അവരുടെ എല്ലാം തന്നെ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവരുടെ എല്ലാം തന്നെ പ്രതികരണങ്ങളിൽ നിന്നും ഇത് വ്യക്തമാകും. എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് അനന്തകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് ഈ അന്വേഷണം നീങ്ങുകയാണ്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങി എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തായാലും പുറത്തു വരുന്നത്. ഷമി.